അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാ. പ്രിയപ്പെട്ടവരെ, പുണ്യമാക്കപ്പെട്ട റമളാൻ മാസത്തിലെ ആദ്യത്തെ നോമ്പ് കഴിഞ്ഞിരിക്കുകയാണ്. ഇന്ന് റമളാൻ നോമ്പ് 2 ഈ ഒരു മാസത്തിൽ നമ്മൾ ഒരുപാട് ഇസ്തിഗ്ഫാറിനെ അധികരിപ്പിക്കുക. മറ്റ് മാസങ്ങളേക്കാൾ കൂടുതൽ പ്രാവശ്യം നമ്മൾ ഈ ഒരു മാസത്തിൽ ഇസ്തിഗ്ഫാറിനെ അധികരിപ്പിക്കുക. നമ്മുടെ പ്രയാസങ്ങളായാലും നമ്മുടെ പ്രശ്നങ്ങളായാലും എല്ലാം സങ്കടങ്ങൾക്കുമുള്ള ഒരു പരിഹാരം ഈ ഒരു മാസത്തിൻ്റെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കത് നടത്തിത്തരട്ടെ. ആമീൻ. അസ്തഗ്ഫിറുല്ലാഹൽ അലീം യാ സൽ ജലാലി വൽ ഇക്റാം. 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 ഈ ഒരു ഇസ്തിഗ്ഫാറിനെ നമ്മൾ രാവും പകലും ഒക്കെ ഇസ്തിഗ്ഫാറിനെ അധികരിപ്പിക്കുക. നമ്മുടെ എല്ലാവരുടെയും ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു തരട്ടെ. നമ്മുടെ ആഗ്രഹങ്ങളും നമ്മുടെ പ്രയാസങ്ങളും എല്ലാത്തിനുമുള്ള ഒരു പരിഹാരം അല്ലാഹു നമുക്ക് കാണിച്ചു തരട്ടെ. അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ നാമങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട 99 നാമങ്ങളിൽ അള്ളാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ട 2 നാമമാണ് എന്ന് പറയുന്നുണ്ട്. ഈ 2 ഇസ്മുകളും അള്ളാഹുവിൻ്റെ കരുണയെ അറിയിക്കുന്നതാണ്. പരിശുദ്ധ റമളാൻ മാസത്തിലെ കരുണയെ ചോദിക്കുന്ന 10 ഈ ഒരു നോമ്പ് എന്ന് പറയുന്നത്. റഹ്മത്തിന് ചോദിക്കേണ്ട നോമ്പാണ്. ഇൻഷാ അല്ലാഹ് നാം ഓരോരുത്തരും അതിനു വേണ്ടി ആത്മാർത്ഥമായി ദുആ ചെയ്യുക, അമലുകൾ ചെയ്യുക, ഖുർആൻ ഓതുക. ഏതാണ് ഇസ്മെന്ന് നോക്കാം. യാ റഹ്മാനു യാ അല്ലാഹ്, യാ റഹീമു യാ അല്ലാഹ്, 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 യാ റഹ്മാനു യാ അല്ലാഹ്, യാ റഹീമു യാ അല്ലാഹ്. ഈ 2 ഇസ്മുകൾ നമ്മൾ നിരന്തരമായി ചൊല്ലിക്കൊണ്ടിരിക്കുക. നമ്മൾ അള്ളാഹുവിനോട് കൂടുതൽ അടുത്ത് അള്ളാഹുവിനോട് സങ്കടങ്ങളായാലും നമ്മുടെ പ്രയാസങ്ങളായാലും നമ്മുടെ ബുദ്ധിമുട്ടായാലും അള്ളാഹുവിനോട് ആത്മാർത്ഥമായി കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുക. എല്ലാത്തിനുമുള്ള ഒരു പരിഹാരം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് കാണിച്ചു തരുന്നതാണ്. അസ്സലാമു അലൈക്കും.